നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പിണക്കി 8 പേരുടെ വധശിക്ഷ ഖത്തർ നടപ്പാക്കുമോ? മുൻ നാവികർക്ക് വേണ്ടി ഇന്ത്യക്ക് എന്തെല്ലാം ചെയ്യാം? ഖത്തർ ജയിലിൽ കഴിയുന്ന മലയാളി അടക്കമുള്ള 8 ഇന്ത്യക്കാരെ ഇന്ത്യക്ക് മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞ ചോദ്യമാണ്. മുൻ നാവിക ഉദ്യോഗസ്ഥർക്ക് ചാരവൃത്തി കേസിൽ വധശിക്ഷ വിധിച്ചത് രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. എന്നാൽ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി സംസാരിക്കാൻ ആലോചനയുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതിൽ വളരെ ആശങ്ക നിലനിൽക്കുകയാണ്. ഖത്തറിന്റെ ശിക്ഷാവിധി ഞെട്ടിക്കുന്നതാണെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇനി ഇവർക്ക് വേണ്ടി ഇന്ത്യൻ സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ശിക്ഷാവിധിയിൽ നിന്ന് മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെ നീക്കങ്ങളാണ് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുക? നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ സർക്കാരിന് ഒരിക്കലും രാജ്യത്തെ വിചാരണ നേരിടുന്ന ഒരു വിദേശ തടവുകാരനെ മോചിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഖത്തറിനും അവരുടെ രാജ്യത്തിന്റെ നിയമമുണ്ട്. ഇന്ത്യൻ സർക്കാരിന് അന്താരാഷ്ട്ര നിയമങ്ങളും ഖത്തർ നിയമങ്ങളും പിന്തുടരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ഇന്ത്യയിലേക്ക് മാറ്റം ചെയ്യുന്നതിന് ഇന്ത്യയും ഖത്തറും തമ്മിൽ നിലവിൽ ധാരണയുണ്ട്. ഇത് അവരുടെ കുടുംബാംഗങ്ങളുള്ള സ്ഥലത്ത് ശിക്ഷ അനുവദിക്കാൻ അവരെ അനുവദിക്കുന്നു. എന്നാൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്ക് ഖത്തർ അമീറിന് ദയാഹർജി സമർപ്പിക്കാം. ഡിസംബർ 18 വരുന്ന ഖത്തറിന്റെ ദേശീയ ദിനം, അതുപോലെ റമദാൻ, ഈദ് എന്നീ ദിവസങ്ങളിൽ കുറ്റവാളികൾക്ക് മാപ്പ് നൽകാൻ ഖത്തറിലെ നിയമം അമീറിനെ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ചാരവൃത്തി കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചതിനാൽ ഇതിനുള്ള സാധ്യത എത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല. നാവികരെ കാണാൻ ഈ മാസം ആദ്യം ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതിയെ ഖത്തർ അധികൃതർ അനുവദിച്ചിരുന്നു. ഇന്ത്യ ഇവർക്കായി അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട്. എന്നാൽ എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളൊന്നും കുടുംബത്തിനും കിട്ടിയിട്ടില്ല. നാവികസേനയിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന ഇവർ വിരമിച്ച ശേഷം ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഖത്തറിന്റെ സായുധ സേനയ്ക്ക് പരിശീലനവും അതുപോലെ അനുബന്ധ സേവനങ്ങളും നൽകുന്ന അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ഒരു സ്വകാര്യ സ്ഥാപനമാണ്. റിട്ടയേർഡ് കമാൻഡർ പൂർണേന്ദു തിവാരി അൽ ദഹ്റയുടെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. സൈനിക സേവനത്തിനിടെ നിരവധി യുദ്ധക്കപ്പലുകളിൽ കമാൻഡറായിരുന്നു. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നോ അതുപോലെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതെന്നോ ഖത്തർ ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഒരു അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇസ്രയേലിന് വേണ്ടി ഇവർ ചാരവൃത്തി നടത്തിയതാണ് ഇതിന് കാരണമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഖത്തർ അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെയും ചാരപ്പണി നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. ഇന്ത്യക്കാരെ കൂടാതെ 2 ഖത്തർ പൗരന്മാർക്കെതിരെയും കുറ്റം ചുമത്തിയിരുന്നു. ഇവരിൽ ഒരാൾ ദഹ്റ ഗ്ലോബൽ CEO ഖമീസ് അൽ അജ്മിയാണ്. ജാമ്യം ലഭിക്കുന്നതുവരെ 2 മാസത്തോളം അൽ അജ്മിയും ഏകാന്ത തടവിലായിരുന്നു. കസ്റ്റഡിയിലായിരുന്ന ഒരു ഒമാൻ പൗരനെ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് മോചിപ്പിച്ചത്. എന്തായാലും ഇവരുടെ മോചനത്തിനായി ഇന്ത്യ ശക്തമായ രീതിയിൽ ഇടപെടും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.